നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ് ഗൂട്ടി ഷോ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്. പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേയൊരു പെയിന്റ്. ഇൻ അസോസിയേഷൻ വിത്ത് ഭീമ ഗോൾഡ്, പ്യുർ ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം. ഭീമ, തിരുവനന്തപുരം, കൊച്ചി, കോട്ടയം, അടൂർ. പോക്കറ്റ് കാലിയാകാതെ തന്നെ ഇന്റർനാഷണൽ ക്വാളിറ്റി BRM ലൈറ്റ്സ്. മണപ്പുറം ഗോൾഡ് ലോൺ. ഇനി എന്തിന് ടെൻഷൻ? നാഷണൽ പെയിന്റ്സ് ഗൂട്ടി ഷോയിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഞാൻ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ആദിശങ്കര എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ചാണ് നമ്മളുടെ ഇന്നത്തെ എപ്പിസോഡ്. ആദിശങ്കര കോളേജിലെ സുന്ദരന്മാരും സുന്ദരികളുമാണ് എൻ്റെ മുന്നിലിരിക്കുന്നത്. പ്ലീസ് പ്ലീസ്. പണ്ട് കോളേജ് ഇലക്ഷനിൽ നിന്ന് തോറ്റപ്പോൾ ഇത് കേട്ടതാ, പിന്നെ ഇതുവരെ കേട്ടിട്ടില്ല. നമ്മൾ ഒരുപക്ഷെ മുൻപ് ഈ മണ്ണിൽ നമ്മളൊരു ഷോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഒരുപക്ഷെ അതിൽ പങ്കെടുത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് പ്ലീസ്. അപ്പൊ സപ്ലി അടിച്ചുകൂടെ കിടക്കല്ലേ? ഓക്കെ, യെസ്. ഇന്ന് വളരെ സെൻസിറ്റീവായ ഒരു സബ്ജക്റ്റാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. സീരിയസ്ലി. അതായത് കേരളത്തിൽ നിലനിൽക്കുന്ന ഒരു പ്രത്യേകതരം നാടക രീതിയുണ്ട്. ഒരുപക്ഷെ നിങ്ങളത് കണ്ടിട്ടുണ്ടാവണമെന്നില്ല. അതായത്
2 മിനിറ്റും 5 മിനിറ്റും 10 മിനിറ്റും ഒക്കെ മാത്രം നാടകം കളിക്കുന്ന കേരളത്തിലെ ഒരു പ്രത്യേകതരം നാടക ശൈലി വികസിപ്പിച്ചെടുത്ത ജയപ്രകാശ് കുളൂർ എന്ന് പറയുന്ന കുളൂർജിയുടെ കുളൂരിയൻ പ്ലേസ് നമ്മളിവിടെ പ്ലേ ചെയ്യുകയും അതിനുശേഷം അതിനെപ്പറ്റിയുള്ള ഡിസ്കഷൻ നമ്മൾ നടത്തുകയും ചെയ്യുകയാണ്. അപ്പോൾ ഇവിടേക്ക് ആദ്യമായി കടന്നു വരുന്ന അതിഥി ഈ നാടക സംഘത്തിലെ മ്യൂസിഷ്യൻ ശ്രീ സുനിലാണ്. സുനിൽ പ്ലീസ്. ഹലോ. സുനിലിനെ പറ്റി പറയാൻ ഏറെയുണ്ട്. സുനിൽ കേരള യൂണിവേഴ്സിറ്റി കലാ പ്രതിഭയായിരുന്നു, അഭിനേതാവാണ്, പാട്ടുകാരനാണ്, മ്യൂസിക് ഡയറക്ടറാണ്, എന്തൊക്കെയോ ആണ്. താങ്ക് യു സുനിൽ. തെന്നിന്ത്യൻ സിനിമാ മേഖലയ്ക്ക് വളരെയേറെ പ്രതീക്ഷയുള്ള നമ്മളുടെ എല്ലാം പ്രിയപ്പെട്ട കുമാരി പത്മപ്രിയയെ ഞാൻ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. മലയാള നാടകത്തിൻ്റെ യശസ് ലോകം മുഴുവൻ തന്നെ എത്തിച്ചു എന്ന് വിശേഷിപ്പിക്കാവുന്ന ശ്രീ മുരളി മേനോനെ ഞാൻ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. ശ്രീ വി കെ പ്രകാശിനെ ഞാൻ ഇവിടേക്ക് സ്വാഗതം ചെയ്യുന്നു. ആൻ അഗസ്റ്റിൻ. ചലച്ചിത്ര നിർമ്മാതാവുമായ ശ്രീ പ്രകാശ് ബാരെ. കലാമേഖലയിൽ തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച, കൂടുതൽ വിശേഷണങ്ങളൊന്നും ആവശ്യമില്ലാത്ത ശ്രീ ജയരാജ് വാര്യർ. ഞാൻ ആമുഖത്തിൽ തന്നെ പറഞ്ഞു, നാടകത്തിന് അദ്ദേഹത്തിൻ്റെതായ രൂപം നൽകിയ വ്യക്തിയാണ് ശ്രീ ജയപ്രകാശ് കുളൂർ. അദ്ദേഹത്തെ എന്ത് വിശേഷിപ്പിച്ച് ഇവിടേക്ക് ക്ഷണിക്കണം എന്നെനിക്കറിയില്ല. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ഇവിടേക്ക് ക്ഷണിക്കാൻ, അദ്ദേഹത്തെ പറ്റി വിശേഷിപ്പിക്കാൻ ഏറ്റവും അർഹൻ ശ്രീ ജയരാജ് വാര്യറാണ്. സർ പ്ലീസ്. ജയരാജ് വാര്യർ സർ. കുളൂർ മാഷിനെ ഇവർക്ക് പരിചയപ്പെടുത്താൻ എനിക്ക് തോന്നുന്നു ഏറ്റവും കൃത്യമായ വ്യക്തി ഗോവിന്ദൻകുട്ടി ഗൊട്ടി ഗൂട്ടി ഷോയിലേക്ക് ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട ജയപ്രകാശ് കുളൂരിനെ ക്ഷണിക്കുന്നതിന് മുമ്പ് നാടകത്തിന് വേണ്ടി നാടകക്കാരെ, നാടകം എന്ന് പറയുന്ന ദൃശ്യകലകളുടെ മഹാരാജാവായ
നാടകത്തിന് വേണ്ടി ഇങ്ങനൊരു വേദി ഒരുക്കിയതിൽ വലിയ സന്തോഷം. ജയപ്രകാശ് കുളൂർ ഒരു വ്യക്തിയല്ല, അതൊരു മൂവ്മെൻ്റാണ്. നമ്മൾ ഒരുപാട് നാടകങ്ങളുടെ വലിയ പശ്ചാത്തലം നമുക്കുണ്ട്. സംസ്കൃത നാടകങ്ങൾ, തമിഴ് നാടകങ്ങൾ, സ്റ്റേജിൽ കളിക്കുന്ന സാമൂഹ്യ വിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്ന നാടകങ്ങൾ, തെരുവ് നാടകങ്ങൾ, അതിൻ്റെയൊക്കെ അപ്പുറത്ത് ഒരുപാട് നാടകങ്ങൾ ഇവിടെ അരങ്ങ് തകർക്കുമ്പോൾ സ്വന്തമായ ഒരു നാടകപ്പാത ഇതുപോലെ വെട്ടി തുറന്ന ആളാണ് ജയപ്രകാശ് കുളൂർ. ജയപ്രകാശ് കുളൂർ ഭാഷയ്ക്കപ്പുറത്താണ്, ലാംഗ്വേജ്. ഭാഷയ്ക്കും ഭാഷയില്ലായ്മയ്ക്കും നടുക്കാണ് ജയപ്രകാശ് കുളൂരിൻ്റെ നാടകങ്ങൾ. മൂർത്തതയ്ക്കും അമൂർത്തതയ്ക്കും അപ്പുറത്താണ് ജയപ്രകാശ് കുളൂരിൻ്റെ നാടകങ്ങൾ. ജയപ്രകാശ് കുളൂർ ഞാനുമായി പരിചയപ്പെട്ടിട്ട് കൃത്യം 25 വർഷം. ഇത് ഒരു 25th ഇയറാണ്. കണക്കെഴുത്തുകാരനാണ് ജയപ്രകാശ് കുളൂർ. കണക്കെഴുതുക എന്ന് പറഞ്ഞാൽ ടാക്സ് പ്രാക്ടീഷണർ. കണക്ക് പുസ്തകത്തിൽ എഴുതി വെച്ച 10-15 വരെയുള്ള ഒരു കൃതിയെന്നൊന്നും പറയാൻ പറ്റില്ല എന്നാണ് കുളൂർ പറഞ്ഞത്. അതിനെടുത്തുകൊണ്ട് ഇതിൽ നാടകമുണ്ട് കുളൂരെ എന്ന് പറഞ്ഞു കുളൂരിനെ ഒരു നാടകക്കാരൻ എന്ന നിലയ്ക്ക് ജനങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്തി ജോസ് ചെറുമലാണ്. ജോസ് ചെറുമലിൻ്റെ ദീപ്തസ്മരണയിൽ ഭാഷയ്ക്കും അഭാഷയ്ക്കും അപ്പുറത്ത് നാടകത്തിൻ്റെ പുതിയൊരു തലം സൃഷ്ടിച്ച, മലയാള നാടകവേദിയുടെ പുതിയ ഒരു ഗ്രാമർ ഉണ്ടാക്കിയ, പുതിയ പാത വെട്ടിത്തെളിച്ച എൻ്റെ ഗുരുനാഥൻ കൂടിയായ പ്രിയപ്പെട്ട ജയപ്രകാശ് കുളൂരിനെ നിങ്ങൾക്ക് വേണ്ടി ഈ ഷോയിലേക്ക് ഹൃദയപൂർവ്വം ബഹുമാന പുരസ്സരം ഞാൻ ക്ഷണിക്കുന്നു. മാഷേ നമസ്കാരം. നമസ്കാരം. എന്ത് തോന്നുന്നു ഈ പുതിയ തലമുറയുടെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ മാഷിന്? മൗനം വിദ്വാനുഭൂഷണം. എൻ്റെ ചേച്ചിയുടെ കല്യാണമാണ്. ഞാനത് ക്ഷണിക്കാനാണ് ഇവിടെ വന്നത്. അടുത്ത മാസം 26-ാം തീയതി. എൻ്റെ പെങ്ങൾക്കാണെങ്കിൽ മുഖത്തൊരു പാണ്ടുണ്ട് അത്ര, ചെറിയൊരു മറുക. പക്ഷെ ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് കല്യാണം മുടക്കാൻ വേറെ വല്ലതും വേണം. ഈ കുട്ടിയുടെ മുഖത്തൊക്കെ ഒരു ചെറിയ മറുകുണ്ട്. ഫെയ്ഡാവാത്ത പൊടി പിടിക്കാത്ത പെയിന്റ് ഉണ്ടോ? ഇടയ്ക്കിടെ പെയിന്റ് അടിക്കാനൊന്നും വയ്യ. യെസ് സർ. ഏയ് ഇതിനെല്ലാത്തിനും കൂടി ഒറ്റ പെയിന്റേ ഉള്ളൂ? അതെ, പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേയൊരു പെയിന്റ്. നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്. നാഷണൽ പെയിന്റ്സ്, വി കളർ ദ വേൾഡ് ബ്യൂട്ടിഫുള്ളി. ബ്യൂട്ടിഫുൾ ഡിസൈൻസ്, പക്ഷെ പ്യൂരിറ്റി. അതിനല്ലേ പ്യൂരിറ്റി അനലൈസർ. സ്വർണത്തിന്റെ യഥാർത്ഥ പ്യൂരിറ്റി കണ്ടറിയാം. സ്വർണം വാങ്ങുമ്പോ പാരമ്പര്യമല്ലേ പ്രധാനം? മണ്ടത്തരം. ഈ മാലയുടെ പ്യൂരിറ്റി ആണെന്നാൽ അറിയാം യഥാർത്ഥ പാരമ്പര്യം. റിതി ജ്വല്ലറി, നമുക്ക് യാഥാർത്ഥ്യങ്ങളിൽ വിശ്വസിക്കാം. How much do you love me? This much. Prima Gold, pure gold, diamonds and platinum. വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനാ നാട്ടിൽ കേടു നടപ്പു. മണപ്പുറം ഗോൾഡ് ലോൺ, ഇനി എന്തൊരു ടെൻഷൻ. അങ്ങനെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന സ്വന്തം വീടിന്റെ പാല് കാച്ചും കഴിഞ്ഞു. സൽക്കാരങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഇപ്പൊ പോയിട്ടേ ഉള്ളൂ. എല്ലാവർക്കും അറിയേണ്ടത് ഒരു കാര്യം മാത്രം, ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ എവിടുന്നാ. ഞാൻ പറഞ്ഞു എല്ലാം അങ്ങ് ഇറ്റലിയിൽ നിന്ന് വരുത്തിയതാന്ന്. ചുമ്മാ എല്ലാം നമ്മുടെ വാഴക്കാലയിലുള്ള BRM ലൈറ്റ്സിന്നാ. പോക്കറ്റ് കാലിയാകാതെ ഇന്റർനാഷണൽ ക്വാളിറ്റി, അതാണ് BRM ലൈറ്റ്സ്. BRM ലൈറ്റ്സ്, വാഴക്കാല ജംഗ്ഷൻ, എറണാകുളം. എനിക്ക് തോന്നുന്നു നമ്മുടെ കുളൂർ നാടകങ്ങളെപ്പറ്റി സംസാരിക്കുന്നതിന് മുൻപ് ഒരു പക്ഷേ
ഈ പുതിയ തലമുറയിലെ കുട്ടികൾക്ക് കുളൂർ നാടകം എന്താണ് എന്ന് കാണിച്ചു കൊടുത്തു തന്നെ നമ്മൾ അതിൻ്റെ ചർച്ചയിലേക്ക് പോകുന്നതായിരിക്കും. അതിന് ഏറ്റവും ഉചിതമായ അദ്ദേഹത്തിൻ്റെ നാടകം ദിനേശൻ്റെ കഥ എന്ന നാടകമാണെന്ന് തോന്നുന്നു. നമുക്ക് ദിനേശൻ്റെ കഥ എന്ന നാടകം ഇപ്പോൾ ഇവിടെ കാണാം. 5, 6 അല്ലെങ്കിൽ 7 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള ഒരു പ്രത്യേക നാടകമാണ്. ഈ നാടകം കളിക്കാൻ വേണ്ടി മാത്രം ഇന്ന് രാവിലെ ദുബായിൽ നിന്ന് വന്ന് നാളെ ദുബായിലേക്ക് തിരിച്ചു പോകുന്ന ഒരു വലിയ നാടക സ്നേഹിയാണ് ശ്രീ സഞ്ജു. സഞ്ജു പ്ലീസ്. ഇത് സഞ്ജുവിൻ്റെ എത്രാമത്തെ വേദിയാണ്? 300ഓളം. ദിനേശൻ്റെ കഥ 300ാമത് വേദി. ഇല്ല, ദിനേശൻ്റെ കഥ 6 വേദികളിലെ ചെയ്തിട്ടുള്ളൂ. മറ്റു നാടകം ഞാൻ പാലം ആണ് കൂടുതൽ ചെയ്തിട്ടുള്ളത്. കുളൂരിൻ്റെ, പിന്നെ രാജാവിൻ്റെ ചെണ്ട പോലുള്ള എന്ന് വെച്ചാൽ കുളൂരിൻ്റെ അല്ലാത്ത നാടകങ്ങൾ ആണ് കൂടുതൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ. പക്ഷെ കുളൂരിൻ്റെ ഒട്ടുമിക്ക 18 നാടകങ്ങളുടെ സമാഹാരത്തിൽ എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ ഒരു 12ഓളം നാടകങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, നമുക്കിപ്പോൾ ദിനേശൻ്റെ കഥ തുടങ്ങാം അല്ലേ? ഓക്കെ. അതിൻ്റെ ഒരു ദിനേശൻ്റെ കഥ ഒരു 25-30 മിനിറ്റുള്ള നാടകമാണ്. അതാണ് ഇപ്പോൾ ഒരു 5 മിനിറ്റിൽ അതിൻ്റെ ഒരു കണ്ടന്റ് ഞാൻ ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ദിനേശൻ്റെ കഥയുടെ ഇംഗ്ലീഷ് പേര് ദ സ്റ്റോറി ഓഫ് ദ നേഷൻ എന്നാണ്. എൻ്റെ ചേച്ചിയുടെ കല്യാണമാണ്. ഞാനത് ക്ഷണിക്കാനാണ് ഇവിടെ വന്നത്. അടുത്ത മാസം 26-ാം തീയതി കല്യാണം ഉറപ്പിച്ചു, ക്ഷണക്കത്തും അടിച്ചു. എന്നാൽ കല്യാണം കഴിഞ്ഞിട്ടൊന്നും ചേട്ടാ. അവൾക്ക് എന്നേക്കാളും 2 വയസ്സിന് മൂപ്പ. എനിക്ക് 31 വയസ്സായി. പക്ഷേ 13 താണ്ടിയിട്ടില്ല എന്ന് എല്ലാവരും വിചാരം. 13ാം വയസ്സിൽ ഞാൻ 7ാം ക്ലാസ്സിൽ പഠിക്കുക. അതൊക്കെ പോട്ടെ, കല്യാണം കഴിക്കാൻ പോകുന്ന ആരാന്നറിയും? കുമാരൻ. കുമാരനെ കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമുണ്ടോ? ദയവിരിക്കറിയാം. കാരണം കുമാരൻ്റെ കയ്യിലിരിപ്പ് അത്ര നല്ലതൊന്നല്ല. അന്നെനിക്ക് കോഴിക്കോട് മലബാർ ഹോട്ടലിലെ ജോലി. അവിടുത്തെ 101-ാം നമ്പർ മുറി കുമാരന് സ്ഥിരം ബുക്ക് ചെയ്തിട്ടുള്ള. അല്ല, അത് നമ്മുടെ ഐസ്ക്രീം കഥയൊന്നുമില്ല കേട്ടോ. കുമാരൻ അവിടെ സ്ഥിരം വരും, എന്നും വരും. വരുമ്പോ നല്ല കോലത്തില. ഇതാണ് ആളുടെ വരവ്. വന്നു കഴിഞ്ഞാൽ മൂപ്പര് പച്ചത്തെറിയല്ലാണ്ട് പറയില്ല. കയ്യിൽ 2 കുപ്പിയും ഉണ്ടാവും. പിന്നെ മുറിയിൽ വന്നു പോകുന്നവരെ കഥയൊന്നും ഞാൻ പറയണ്ടല്ലോ. പക്ഷേ മൂപ്പരിടയ്ക്ക് നല്ല മസാല ദോശയൊക്കെ അങ്ങോട്ട് ഓർഡർ ചെയ്യും. അത് പകുതി മുക്കാലും അങ്ങോട്ട് ബാക്കി വയ്ക്കും. അത് വാങ്ങിക്കാൻ തരുന്ന കാശിൻ്റെ ബാക്കിയെല്ലാം എനിക്കുള്ള കേട്ടോ. അത് മൂപ്പര് ചോദിക്കൊന്നുമില്ല. കുമാരൻ ബാക്കി വെച്ച ഉരുളൻകിഴങ്ങ എൻ്റെ ചോരയിൽ കൂടെ നോക്കി എൻ്റെ ശരീരത്തിൽ ഇന്നും. പക്ഷേ ആ കുമാരനാണ് ഇന്നെൻ്റെ പെങ്ങളെ കല്യാണം കഴിക്കാൻ പോകുന്നു. അവളെ BEd പഠിപ്പിക്കാൻ ഫീസില്ലാണ്ടായപ്പോഴേ ഒരു ചെക്ക് എഴുതി വന്നു. എത്രയാന്ന് വെച്ചാൽ എടുത്തോളാൻ പറഞ്ഞിട്ട്. അല്ല, ഇന്നാള് സ്വഭാവമൊക്കെ മാറിപ്പോയിട്ടോ. അവൻ്റെ അമ്മ മരിച്ചേ പിന്നെയാന്ന് പറയണേ. അമ്മ മരിച്ചതല്ല എന്നും പറയുന്നൊരു കൂട്ടരുണ്ട്. ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോൾ തട്ടിട്ടതാന്നും പറയുന്നുണ്ട്. അതിനുശേഷം അവൻ അങ്ങോട്ട് നന്നായി പോയി. ഏതായാലും എൻ്റെ ഇപ്പോൾ സംശയം ഇതൊന്നുമല്ല. ഈ കല്യാണം നടത്തണോ? ഈ കല്യാണം നടത്തണോ? അവ എല്ലാ കാര്യങ്ങളും നോക്കുന്ന പറയണേ. എൻ്റെ പെങ്ങൾക്കാണെങ്കിൽ മുഖത്തൊരു പാണ്ടുണ്ട് അത്രേ. ചെറിയൊരു മറുക. പക്ഷെ ഇന്നത്തെ കാലത്ത് ആൾക്കാർക്ക് കല്യാണം മുടക്കാൻ വേറെ വല്ലതും വേണം. പാണ്ടാന്ന് പറയണേ.
ദേ ഈ കുട്ടിയുടെ മുഖത്ത് നോക്കി, ഒരു ചെറിയ മറുകുണ്ട്. മുഖത്ത് മറുകില്ലാത്തൊരു പെണ്ണിനെ ഇവിടെ എവിടെയെങ്കിലും കാണാണ്ടോ? എന്നിട്ട് കല്യാണം മുടക്കം, ഇതൊക്കെ ധാരാളം മതി. എനിക്കാണെങ്കിൽ സ്ത്രീധനം കൊടുക്കാനൊന്നും കാശില്ല. എങ്ങനെയെങ്കിലും എൻ്റെ ഭാരം അങ്ങോട്ട് ഒഴിപ്പിച്ചോട്ടെ എന്ന ആൾക്കാർ പറയുന്നത്. നിങ്ങളും അത് തന്നെയാണ് പറയണേ. വേണ്ട, ആ മേൽക്കൂര ചോർന്ന് തുടങ്ങിയിട്ട് എത്ര ദിവസമായി. എനിക്ക് അതൊന്ന് ഓട് മാറ്റാൻ പോലും ഇതുവരെ പറ്റിയിട്ടില്ല. ഇവള് തുന്നൽ ചെയ്ത് കിട്ടുന്ന പൈസ കൊണ്ടാ കുടുംബം കഴിയുന്നത്. പിന്നെ അത്യാവശ്യം ചില ട്യൂഷനും. എന്താ വേണ്ടേ? കല്യാണം നടത്തട്ടെ? ആ, നടത്താല്ലേ? ആ, നടത്താം അല്ലേ? അല്ല, നിങ്ങളൊക്കെ അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ നടത്തന്നെ. അപ്പൊ എല്ലാവരും വരണം അടുത്ത മാസം 26-ാം തീയതി. ഞാൻ ആരെങ്കിലും വിട്ടുപോയി ക്ഷമിക്കുക, അവിടെ നിൽക്കുന്നവരോടും വരണം കേട്ടോ. എല്ലാവരും അടുത്ത മാസം 26-ാം തീയതി നേരത്തെ കൂട്ടി വരണം, കുടുംബസമേതം. ഓക്കെ? ഒരുവിധം ആ ഭാരം അങ്ങോട്ട് ഇറക്കി വെച്ചു. കല്യാണം കഴിഞ്ഞു. അവൾക്കിപ്പോൾ ജോലി കിട്ടി. അവിടെ അടുത്തുള്ള സ്കൂളിൽ തന്നെയാ. കുമാര ആ സ്കൂളിലെ മാനേജറാ. അപ്പം ജോലി കിട്ടാൻ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. പിന്നെ സ്കൂളിലേക്ക് പോകാനൊക്കെ ആയിട്ട് വണ്ടി എല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട്. വയറ്റിലുണ്ടായിരിക്കുക അത്രേ. നാളെ ഹണിമൂണിനൊക്കെ പോയിട്ടുണ്ടായിരുന്നു കൊടൈക്കനാലൊക്കെ. ഓ, അങ്ങനെ ഞാനൊരു അമ്മാവനാവാൻ പോവാ. അവൾക്കിപ്പോ തീരെ വയ്യ. നാളെ ഡോക്ടറെ അടുത്ത് പോയിണ്ടായിരുന്നു. ഗർഭം അലസിത്രേ. അന്നേ ഞാൻ പറഞ്ഞതാ ഓട്ടോറിക്ഷയിലൊന്നും യാത്ര ചെയ്യണ്ടാവും. യോഗല്ല അതന്നെ. എൻ്റെ ചേച്ചിക്ക് ഇപ്പോൾ തീരെ വയ്യ. രക്തവാതത്തിൻ്റെ അസുഖമാണെന്ന് എല്ലാവരും പറയണേ. രക്തം പരിശോധിപ്പിച്ചു. കുമാരനെ കല്യാണം കഴിപ്പിക്കുമ്പോൾ ഞാൻ പറഞ്ഞതല്ലേ അവൻ എങ്ങനത്തെ ആളാണ്. നിങ്ങളെല്ലാവരും പറഞ്ഞില്ലേ കഴിച്ചു കൊടുത്തോളാം. എൻ്റെ പെങ്ങൾ എൻ്റെ പെങ്ങള് അവര് തമ്മിലുള്ള കല്യാണം കഴിച്ചു. ജാതകം നോക്കി അവൻ നല്ലവനാണെന്ന് എല്ലാവരും തെറ്റിദ്ധരിച്ചു. അവന്റെ രക്തം പരിശോധിക്കാൻ എന്താ പറയുന്നേ? എന്താ പറയുന്നേ? അവന്റെ രക്തം പരിശോധിക്കാൻ എന്താ പറയുന്നേ? എന്ത് ജാതകം നോക്കാൻ മാത്രം മതിയോ? എന്താ രക്തം പരിശോധിക്കാൻ പറയാഞ്ഞേ?
നടക്കണുണ്ടോ? നമ്മുടെ ക്രിക്കറ്റൊക്കെ ആദ്യം ടെസ്റ്റ് ആയിരുന്നു, പിന്നെ ചുരുങ്ങി ഇപ്പൊ 2020 വന്ന് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 2.5 മണിക്കൂർ നീളമുള്ള നാടകങ്ങൾ ചുരുങ്ങി ഒരു അരമണിക്കൂർ 10 മിനിറ്റിലേക്ക് കൊണ്ടുവന്നാണോ, കൂടുതൽ ആസ്വാദ്യപ്രദമാക്കാനായിട്ട് നമ്മൾ കൊണ്ടുവന്നാണോ? എന്തുകൊണ്ടാണ് ഈ ഒരു രീതി തിരഞ്ഞെടുത്തത്? അങ്ങനെ എൻ്റെ ഏറ്റവും വലിയ സ്വപ്നമായിരുന്ന സ്വന്തം വീടിന്റെ പാല് കാച്ചും കഴിഞ്ഞു. സൽക്കാരങ്ങളെല്ലാം കഴിഞ്ഞ് നമ്മുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും ഇപ്പൊ പോയിട്ടേ ഉള്ളൂ. എല്ലാവർക്കും അറിയേണ്ടത് ഒരു കാര്യം മാത്രം, ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ എവിടുന്നാ. ഞാൻ പറഞ്ഞു എല്ലാം അങ്ങ് ഇറ്റലിയിൽ നിന്ന് വരുത്തിയതാന്ന്. ചുമ്മാ എല്ലാം നമ്മുടെ വാഴക്കാലയിലുള്ള BRM ലൈറ്റ്സിന്നാ. പോക്കറ്റ് കാലിയാകാതെ ഇന്റർനാഷണൽ ക്വാളിറ്റി, അതാണ് BRM ലൈറ്റ്സ്. BRM ലൈറ്റ്സ്, വാഴക്കാല ജംഗ്ഷൻ, എറണാകുളം. വീട്ടിൽ സ്വർണം വെച്ചിട്ടെന്തിനാ നാട്ടിൽ കേടു നടപ്പു. മണപ്പുറം ഗോൾഡ് ലോൺ, ഇനി എന്തൊരു ടെൻഷൻ. ഫെയ്ഡ് ആവാത്ത പൊടി പിടിക്കാത്ത പെയിന്റ് ഉണ്ടോ? ഇടയ്ക്കിടെ പെയിന്റ് അടിക്കാനൊന്നും വയ്യ. യെസ് സർ. ഏയ് ഇതിനെല്ലാത്തിനും കൂടി ഒറ്റ പെയിന്റേ ഉള്ളൂ. അതെ, പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേയൊരു പെയിന്റ്, നാഷണൽ പെയിന്റ്സ് മെഗാ ഷീൽഡ്. നാഷണൽ പെയിന്റ്സ്, we color the world beautifully. Welcome to the world's most trusted student caring system. I wanna start it over. I wanna start again. I want a new We're designed to build relations between parents and teachers. School and home are the two major factors that make the personality of everyone. Parenting and teaching are two things that can mold a child's future. The parent and child's teacher should have proper communication and contact, so there should be a good bridge between them. Every parent on the globe is very much keen to know what's going on with their child. But in this fast-paced, fast-moving world, most parents have to run their business and have other matters. So there must be a solution to save your child's future and parents' time. We derive that. Short Code Media Solutions proudly presents this. Select your college or school and log into the educational institution's homepage. Use your user ID and password. Grab your child's details. You can get the details by SMS and IVRS. Thank you. How much do you love me? This much. Prima Gold, pure gold, diamonds and platinum. It's Goody Show. നിങ്ങൾ ഇത്തരം നാടകം ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ? ഒരു സാധാരണ വീട്ടിലെ ചെറുപ്പക്കാരൻ
പ്രായം തികഞ്ഞു നിൽക്കുന്ന പെങ്ങളെ വിവാഹം കഴിച്ചു വിടാൻ ശ്രമിക്കുകയും വിവാഹം നടത്തട്ടെ എന്ന് നിങ്ങൾ ഓരോരുത്തരുടെ അടുത്ത് വന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ നിങ്ങളെല്ലാം അല്പം പോലും സാമൂഹ്യ ബോധമില്ലാതെ അവൻ്റെ പെങ്ങൾ എന്നുള്ള രീതിയിൽ കല്യാണം നടക്കട്ടെ എന്നതിനെ സപ്പോർട്ട് ചെയ്യുകയും അതിൽ വിശ്വസിച്ച് ദിനേശൻ എന്ന സാധാരണ ചെറുപ്പക്കാരനെ കല്യാണം നടത്തുകയും വിവാഹശേഷം ദിനേശൻ്റെ പെങ്ങൾക്ക് ഭർത്താവിൽ നിന്ന് HIV പകരുകയും ചെയ്ത ഒരു അവസ്ഥ ഒരുപക്ഷെ ഇത്ര സിംപ്ലിഫൈ ചെയ്ത് നാടകമായി അവതരിപ്പിക്കാൻ കുളൂർ മാഷിന് മാത്രമേ കഴിയത്തുള്ളൂ. അത് വളരെ നന്നായി പെർഫോം ചെയ്ത സഞ്ജുവിനോട് നന്ദി അറിയിക്കുന്നു. സഞ്ജു, താങ്ക്സ്. താങ്ക് യു. ഓക്കെ, മുരളിച്ചേട്ടാ, ഈ കുളൂരിയൻ സ്റ്റൈൽ ഓഫ് പ്ലേ ഇതിനെ എന്ത് പേര് വിളിക്കാം? കവിതയ്ക്ക് കുഞ്ഞുണ്ണി മാഷ് എങ്ങനെയാണോ അങ്ങനെയാണ് നാടകത്തിന്. പക്ഷെ ഇതാണ് ഗോവിന്ദൻകുട്ടി ചോദിച്ചതിനുള്ള എൻ്റെ ഫസ്റ്റ് ഇതൊരു കുഞ്ഞു നാടകം എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാൻ. അതാണ് എൻ്റെ കറക്റ്റ് യൂസേജ് എന്ന്. അതായത് നാടകാചാര്യന്മാരിലെ കുഞ്ഞുണ്ണി എന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ആരാണ് ചോദിക്കാൻ? ഹലോ ഹലോ, ഓക്കെ അല്ലേ? ഓ, ഡബിൾ ഓക്കെ. ചോദിച്ചോട്ടെ? ചോദിച്ചോളൂ. താങ്ക് യു. ആദ്യമായിട്ട് ദിനേശൻ്റെ കഥ എന്നൊരു നാടകം ഇവിടെ അവതരിപ്പിച്ചു. വളരെ നന്നായിരുന്നു ഇല്ലേ? ഞാൻ പലതരം നാടകങ്ങൾ കണ്ടിട്ടുണ്ട്. മെയിനായിട്ടും നമ്മുടെ വീടിൻ്റെ അവിടെ അമ്പലത്തിൽ ഉത്സവം വരുമ്പോഴാണ് ഞാൻ നാടകം കാണുന്നത്. ആ നാടകങ്ങളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വമ്പൻ സെറ്റിങ്സ് ആയിരിക്കും. വമ്പൻ സെറ്റിങ്സ് ഒക്കെ വെച്ചാൽ അവർ നമ്മളെ 2-2.5 മണിക്കൂർ ശരിക്കും പേടിപ്പിക്കും. പിന്നെ കണ്ടിട്ടുള്ള വേറെ നാടകം നമ്മുടെ തെരുവ് നാടകങ്ങളാണ്. തെരുവ് നാടകങ്ങൾ നമുക്കറിയാം, എല്ലാവരും ഒരേ ഡ്രസ്സൊക്കെ ഇട്ട് വന്നിട്ട് ചെണ്ടയൊക്കെ കൂട്ടിയിട്ടാവും തകർത്തും മെനയും സാമൂഹിക വിമർശനമൊക്കെ ലക്ഷ്യമിട്ട് അവർ നല്ലൊരു പെർഫോമൻസ് എടുത്തു. പക്ഷേ ഈ നാടകങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായിട്ട് നമ്മളിപ്പോൾ ഒരു നാടകം കണ്ടു. ഒരു 5-10 മിനിറ്റ് മാത്രം ദൈർഘ്യമുള്ള നാടകം വളരെ നല്ല രീതിയിൽ ഇവിടെ അവതരിപ്പിച്ചു. ഇപ്പം എനിക്ക് ചോദിക്കാനുള്ളത്, ഇത്തരത്തിലൊരു രീതി എങ്ങനെയാണ് തിരഞ്ഞെടുത്തത്? അല്ലെങ്കിൽ ഈ രീതി തിരഞ്ഞെടുക്കാനുള്ളൊരു കാരണം എന്താണ്? നമ്മുടെ ക്രിക്കറ്റൊക്കെ ആദ്യം ടെസ്റ്റ് ആയിരുന്നു, പിന്നെ ചുരുങ്ങി ഇപ്പോൾ 2020 വന്ന് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 2.5 മണിക്കൂർ നീളമുള്ള നാടകങ്ങൾ ചുരുങ്ങി ഒരു അരമണിക്കൂർ 10 മിനിറ്റിലേക്ക് കൊണ്ടുവന്നാണോ? കൂടുതൽ ആസ്വാദ്യപ്രദമാക്കാനായിട്ട് നമ്മൾ കൊണ്ടുവന്നാണോ? എന്തുകൊണ്ടാണ് ഈ ഒരു രീതി തിരഞ്ഞെടുത്തത്? അതിപ്പോൾ ഒരു സ്കൂൾ കോളേജ് ജീവിതങ്ങൾ സമയത്തൊക്കെ ധാരാളം നാടകത്തിൽ അഭിനയിച്ചിട്ടുള്ള താല്പര്യം കൊണ്ട് അഭിനയിച്ചിട്ടുള്ള സംഭവം ഉണ്ടായിരുന്നു. പിന്നെ തൊഴിൽ കൊണ്ട് ഒരു ടാക്സ് അഡ്വക്കേറ്റ് ആയതുകൊണ്ട് നാടകം ചെന്ന് അഭിനയിക്കാനുള്ള സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് എഴുതുക എന്നുള്ള പ്രക്രിയ ലോ കോളേജിൽ പഠിക്കുമ്പോൾ എഴുതിയിട്ടൊക്കെ ഉണ്ട്. അപ്പം എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ആ കഥാപാത്രങ്ങളൊക്കെ ആയിട്ട് അഭിനയിക്കാൻ പറ്റും, മറ്റുള്ളവരുടെ മുമ്പിൽ പ്രദർശിപ്പിക്കാൻ പറ്റിയില്ലെങ്കിലും. അപ്പം അതിൽ ചെറിയ നാടകം വലിയ നാടകം എന്ന് പറയാൻ കാരണം, ഈ 1-2 പേരുകൾ എന്ന് പറയാൻ കാരണം ആളെ ഒത്ത് കിട്ടാനുള്ള വിഷമങ്ങളാണ്. വാസ്തവത്തിൽ വലിയൊരു ഗ്രൂപ്പിന് കിട്ടാനുള്ള വിഷമം കൊണ്ടാണ്. വലിയ നാടകങ്ങൾ ചെയ്തിട്ടുണ്ട്, ഈ പറഞ്ഞ പ്രൊഫഷണൽ നാടകം ഞാൻ ചെയ്തിട്ടുണ്ട്. നമ്മുടെ പൂർവ്വസൂരികൾ ചെയ്തിട്ടുള്ള അത്തരം നാടകങ്ങളെ തള്ളിപ്പറയാൻ ഞാനാളല്ല. അതുപോലുള്ള പ്രൊഫഷണൽ നാടകം കണ്ടിട്ട് തന്നെയാണ് നാടകത്തോട് മമത തോന്നിയത്. ഓരോരുത്തരും ഒരു രീതിയിൽ ചെയ്യുന്നു എന്ന് മാത്രം. KT മുഹമ്മദ് സാർ എൻ്റെ ഒരു ഗുരുനാഥനാണ്. അദ്ദേഹത്തിൻ്റെ നാടക പാരമ്പര്യം ഉൾക്കൊണ്ട് ചെയ്യുമ്പോൾ കുറച്ച് റിയലിസ്റ്റിക് നാടകങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. കവാലം നാരായണപ്പണിക്കരുടെ നാടകങ്ങൾ എനിക്ക് വളരെ ഇഷ്ടമാണ്. ഈ തരം നാടകം ചെയ്യുന്ന എന്നോട് വളരെ വിദ്യാഭ്യാസ സമ്പന്നരായ കുട്ടികൾ, ഇതുപോലെ യൂണിവേഴ്സിറ്റികളൊക്കെ പഠിക്കുന്നവർ, മാഷെന്തിനാ ആ പാട്ട് നാടകം കാണുന്നത് ഞാൻ ചോദിക്കും. അത് ആസ്വാദനത്തിന് നിലവാരമാണ്. എനിക്ക് ചെയ്യാൻ കഴിയുന്നത് ഞാൻ ചെയ്യുന്നു എന്ന് മാത്രം. അതിനർത്ഥം മറ്റുള്ള നാടകങ്ങൾ തെറ്റ് എന്നല്ല. മാത്രമല്ല, നാടകത്തിൻ്റെ സാധ്യതകൾ അനവധിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ 300 പേരെ വെച്ചിട്ട് ഞാൻ നാടകം ചെയ്തിട്ടുണ്ട്. നേരത്തെ പറയുന്നത് തിരുത്തി പറയാമെന്ന് വിചാരിക്കരുത്.
അത്തരം നാടകങ്ങൾ തൃപ്തിയില്ലാത്തതുകൊണ്ട് ഇനിയും അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ് ഞാൻ. നിരന്തരമായി നാടകം ചെയ്യുക എന്നുള്ളത് ഡ്രാമ ഈസ് ഫോർ സംബഡി ഇറ്റ് ഇസ് എ ഫാഷൻ, ഫോർ സംബഡി ഇറ്റ് ഇസ് എ പാഷൻ, ഫോർ മീ ഇറ്റ് ഇസ് എ വിഷൻ. വി കെ പി, നാടകത്തെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്ന് വളരെ ശാസ്ത്രീയമായി പഠിച്ച് സിനിമയിലെത്തി വളരെ സെൻസിറ്റീവായ അഡ്വർടൈസിങ് ഇൻഡസ്ട്രിയിലെ പീക്കിൽ നിൽക്കുന്ന വി കെ പിയെ പോലെയുള്ള ഒരാൾ കുളൂര്യൻ നാടകത്തെ എങ്ങനെ വിശകലനം ചെയ്യും? ആദ്യം ഈ വി കെ പി എന്നുള്ളത് പി എക്സ്റ്റെൻഡ് ചെയ്യല്ലേ? പാടില്ല. എക്സ്റ്റെൻഡ് ചെയ്ത പ്രശ്നം എന്താ? വി കെ പി പീയിങ് ആവും. വി കെ പ്രകാശ്. ഓക്കെ, പീയിങ് മനസ്സിലായോ? വി കെ പി എന്നിട്ടല്ലേ? ഓക്കെ, ഇല്ല, വി കെ പി. ഓക്കെ. കുളൂര്യൻ നാടകങ്ങളുടെ ഒരു രസം എന്ന് പറയുന്നത് സ്പർ ഓഫ് ദ മൂമെൻറ്റ്, സ്പോണ്ടേനിയസ്, അതുപോലെ തന്നെ ഒരിക്കലും ടെൻഷൻ ഇല്ലാതെ പെർഫോം ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ ടെൻഷൻ ഇല്ലാതെ ചെയ്യാൻ പറ്റുന്ന നാടകങ്ങളാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം കുളൂര്യൻ നാടകങ്ങൾ എനിക്ക് ഭയങ്കരമായിട്ടുള്ളൊരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്, ഞാൻ കുളൂര്യൻ നാടകങ്ങൾ മാത്രം കണ്ട്, നാടകങ്ങൾ മാത്രം വായിച്ച്, സാധാരണ 18 നാടകങ്ങളുടെ കൃതിയൊക്കെ വായിച്ചതിന് ശേഷം എനിക്ക് തോന്നി ഈ കഥകൾ സിനിമയ്ക്ക് വളരെ പറ്റിയതാണെന്ന്. അങ്ങനെ കുളൂർ സാറിൻ്റെ ഒരു 5 നാടകങ്ങൾ സിനിമയാക്കാൻ, അതും കന്നഡ ഭാഷയിൽ സിനിമയാക്കാനുള്ളൊരു ഭാഗ്യം എനിക്കുണ്ടായി. അത് ഇന്ത്യൻ പനോരമയിലും അത് ഒരുപാട് ഫെസ്റ്റിവൽസിലൊക്കെ പോയി വളരെ എൻ്റർടൈനിങ് ആയിട്ടുള്ള ഒരു ഫിലിമായിരുന്നു അത്. നാടകം ഒരു സിനിമ സ്റ്റുഡൻ്റ് എന്നുള്ള രീതിയിൽ ഒരു നാടകത്തിനെയും സിനിമയെയും സമന്വയിപ്പിക്കാൻ എനിക്ക് വളരെയധികം ഒരു ഇൻട്രസ്റ്റിങ്ങും വളരെ ചലഞ്ചിങ്ങുമായി തോന്നിയ ഒരു സിനിമയായിരുന്നു അത്. സോ അതെന്തുകൊണ്ട് എനിക്ക് തോന്നിച്ചാൽ ഈ ഒരു പെട്ടെന്നുള്ളൊരു എന്താ പറയുക ലളിതമായിട്ടുള്ള ഒരു അവതരണ രീതി അല്ലെങ്കിൽ ലളിതമായിട്ടുള്ള സംഭാഷണങ്ങൾ, കൊള്ളാത്ത മഴ എന്തിന് കൊള്ളാം എന്ന് പറയുന്ന അങ്ങനെയുള്ള ഡയലോഗുകളൊക്കെ ആയിട്ടുള്ള നാടകങ്ങളാണ്. വളരെ രസകരമായിട്ട് എവിടെയും കാണിക്കാവുന്ന നാടകങ്ങളാണ്. അതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. സിംപ്ലിസിറ്റി ഈസ് ദ ബെസ്റ്റ്. അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ അതിലെ ഒരു പടം ഞാൻ ചെയ്യായിരുന്നു, ചൂർണക്കുഴ ഒരു ലീക്കിംഗ് ഹാർട്ട്. വിഷ്വലി ഇറ്റ്സ് സ്പ്ലെൻഡറസ് അല്ലേ? നമ്മളെ പടങ്ങൾ തന്നെ കണ്ടാൽ, ഈ ചൂർണക്കുഴ തന്നെ കണ്ടാൽ, ദ വേ വി കെ പി ഹാസ് ഷോട്ട് ഇറ്റ്, നമ്മൾ എവിടെ പഴശ്ശിരാജ ഷൂട്ട് ചെയ്തു അവിടെ തന്നെ നമ്മൾ ഷൂട്ട് ചെയ്തു. പക്ഷേ ഇഫ് യു സീൻ പഴശ്ശിരാജ, പിന്നെ അതേ ലൊക്കേഷനിൽ ഞാൻ പോയപ്പോൾ ചൂർണക്കുഴൻ്റെ ലൊക്കേഷൻ അങ്ങനെ പോലെ ഉണ്ടായിരുന്നില്ല. ആൻഡ് വി ഷോട്ട് ഇറ്റ് ഇൻ റിയൽ റെയിൻ. ആൻഡ് ഐ മീൻ വെൻ വി വാസ് ഡൂയിങ് ദ പ്ലേ ഐ റിയലൈസ്ഡ് ദറ്റ് നമ്മൾ ഇതൊക്കെ ഉണ്ടാക്കിയിട്ടാണ് ചെയ്യുന്നത്. ഉണ്ടാക്കാതെ ഒരു വെൻ യു ജസ്റ്റ് സിറ്റ് ആൻഡ് റൈറ്റ് ഇൻ എ പേപ്പർ ഹൗ ഹി വുഡ് ഹാവ് ക്രിയേറ്റഡ് ഇറ്റ്. Yeah. I want to just make it little more lighter. അപ്പോൾ ഷീ കെയിം ടു പെർഫോം. അതായത് പത്മപ്രിയാണ് അതിൽ മെയിനായിട്ട് ഒരു കഥയിലെ മെയിനായിട്ടുള്ള റോള് ചെയ്ത്. 5 കഥ. ആ സിനിമയെ പറ്റി ഒന്ന് ഐദൊന്തുല ഐദു എന്നാണ് ആ സിനിമയുടെ പേര്. 5 കഥകൾ കോർത്തിണക്കിയിട്ടുള്ള ഒരു സിനിമയാണ്. അതായത് ഇന്ന് ഇപ്പോൾ ഒരു ആരായാലും ശരി, ഇപ്പോൾ ഒരു സിനിമയിൽ ഇൻട്രസ്റ്റ് ഉള്ള ആർക്കാണെങ്കിലും ഒരു സിനിമ ചെയ്യാൻ എത്രത്തോളം ബുദ്ധിമുട്ടാണ് എന്ന് കാണിക്കുന്ന ഒരു സിനിമയാണത്. കാരണം നല്ല സിനിമ ചെയ്യണമെങ്കിൽ ഇന്ന് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം കമേഴ്ഷ്യലി എക്കണോമിക്സ് വർക്കൗട്ട് ആവില്ല. അപ്പോൾ ആ ഒരു സ്റ്റോറി വെച്ചിട്ടാണ് ഞങ്ങൾ ഈ 5 കഥകളും കണക്ട് ചെയ്തത്. ഈ ചോരണകൂര എന്ന് പറയുന്ന ഒരു നാടകം ഫസ്റ്റ് ഞാൻ വരുന്നതിന് മുമ്പ് തന്നെ കുളൂർ സാർ എൻ്റെ അസിസ്റ്റൻസിനെ നരേറ്റ് ചെയ്തു. അവരെല്ലാം പറഞ്ഞു നോ ഇത് ചെയ്യാൻ പറ്റില്ല സാർ, വേറെ കഥ വേണം, ഈ നാടകം ഒരിക്കലും സിനിമയാക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ വന്നു, കുളൂർ സാർ എൻ്റെ അടുത്ത് വന്നു. കുളൂർ സാർ പറഞ്ഞു, വി കെ പി ഇവരൊക്കെ പറഞ്ഞു ഈ പടം വർക്കൗട്ട് ആവില്ല, എങ്കിലും ഞാൻ കഥ പറയാം എന്ന് പറഞ്ഞ് നാടകം പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏത് കഥ ചെയ്തില്ലെങ്കിലും ഈ കഥ ഞാൻ ചെയ്തിരിക്കും. കാരണം അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സബ് ടെക്സ്റ്റ് ഉള്ള വളരെ നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു നാടകമാണ് ആ സിനിമ. വളരെ കാലം മുമ്പ് ഞാൻ പത്മപ്രിയ ഫസ്റ്റായിട്ട് ആഡ് ചെയ്യുന്ന സമയത്താണ് ഞാൻ പത്മപ്രിയ മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഷീ വാസ് നോട്ട് ആക്ടിങ് അറ്റ് ഓൾ. അപ്പോൾ ജിയിലും ജനറൽ മാനേജർ എന്തായിരുന്നു ജി യു വർ വർക്കിംഗ് ഇൻ ജി നോ ദാറ്റ് ടൈം ജി General Electric. Not the full form. What you were working as? What you were working as? I was working as a risk consultant. Risk consultant. But she took lot of risk. Okay. She resigned the job. So she came. അവിടെ വന്നിട്ട് എന്നോട് ചോദിച്ചു, റിസൈൻ ചെയ്തതാണോ കൈതടി? ഇല്ല റിസൈൻ ചെയ്തതിന്
ക്ലാപ്പ് ചെയ്യുന്നതിന്റെ ഏറ്റവും വലിയ കാരണം വളരെ അതർവൈസ് നമുക്ക് പത്മപ്രിയ മിസ്സായ. അതെ. അപ്പോൾ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഞാൻ പറയാൻ പോകുന്നത്. വാട്ട് ഹാപ്പൻഡ് ഇസ് ഈ നാടകം അപ്പോൾ ഈ ഫസ്റ്റ് ടൈം ഷീ കെയിം ഇൻ അഡ്വർടൈസിങ് ആൻഡ് അഭിനയം അത്ര വ്യക്തമായിട്ട് വരുന്നുണ്ടായിരുന്നില്ല, ലാംഗ്വേജ് വരുന്നുണ്ടായിരുന്നില്ല, എനിക്ക് മലയാളം അറിയില്ലായിരുന്നു. സ്ക്രീമിങ് അല്ല, ഇവിടെയുള്ള പല മലയാളം പെൺപിള്ളേരെക്കാൾ നന്നായി പത്മപ്രിയ മലയാളം പറയും. അല്ലല്ല, ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് ആദ്യം പറയാം. എനിക്ക് അപ്പോൾ മലയാളം ഗ്രീക്ക് ലാറ്റിൻ പോലെയാണ്. നിങ്ങൾ ഗ്രീക്ക് ലാറ്റിൻ നിങ്ങളോട് സംസാരിച്ച് എങ്ങനെ ഉണ്ടാവും? അപ്പോൾ മലയാളം തീരെ അറിയുന്നുണ്ടായിരുന്നില്ല. ഞാൻ അവിടെ നിന്ന് സ്ക്രീം ചെയ്ത് വൈ ആർ യു ഡൂയിങ് ഇറ്റ് ഇന്ദ്രന്റെ ഭാര്യയാണ് ഇതിന്റെ മെയിൻ റോളായിരുന്നു. അപ്പോൾ ഞാൻ ഈ സിനിമയിൽ ഞാൻ ഒരു സിനിമയിലും അഭിനയിക്കില്ല, എനിക്ക് സിനിമ ഇഷ്ടമല്ല, ഒരിക്കലും സിനിമ എന്ന് പറയുന്ന നല്ലൊരു ഫീൽഡിൽ. അപ്പോഴേ ഞാൻ പറഞ്ഞു യു വിൽ കം ബാക്ക് ടു സിനിമ. അത് കഴിഞ്ഞ് ഈ ചോരണ കൂര ഞാൻ വളരെ കാലത്തിന് ശേഷം വർക്ക് ചെയ്യാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ഞങ്ങൾ ഷൂട്ടിങ്ങിനായിട്ട് ഇറങ്ങുന്ന സമയത്ത് ഞങ്ങൾ പ്രീവിയസ് ഡേ കോസ്റ്റ്യൂം ട്രയലൊക്കെ കഴിഞ്ഞു. പ്രീവിയസ് ഡേ വന്നിട്ട് VKP 1 മിനിറ്റ്. ഞാൻ ചോദിച്ചു എന്താ കാര്യം? അല്ല ഒന്ന് പ്രൈവറ്റ് ആയിട്ട് സൈഡ്. ഞാൻ പേടിച്ചു പോയി. ഒന്ന് സൈഡിൽ വരൂ. അപ്പോൾ ഞാൻ സൈഡിൽ പോയി, നാണം വന്നു. അപ്പോൾ സൈഡിൽ പോയി, നാണം വന്നു. അപ്പോൾ സൈഡിൽ പോയപ്പോൾ ഷീ ഈസ് ആസ്കിങ് മീ, സീ ദിസ് മച്ച് ഐ എം എക്സ്പോസിങ്. I said, okay, if you have a problem, don't. No, I want to expose more. So, at that point of time, I really found her dedication into a cinema. It has to be appreciated because I just said it in a very light-hearted way. പക്ഷേ വളരെയധികം അപ്രീഷിയേറ്റ്, ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യേണ്ട കാര്യമാണ്. അതുമാത്രമല്ല, അന്ന് വളരെ തണുപ്പ്, കോരിച്ചൊരിയുന്ന മഴ. ഈ മഴയത്ത് നിന്നുകൊണ്ട് 3 ദിവസം ആ ഫിലിമിൽ അഭിനയിച്ചു എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഗ്രേറ്റ്നെസ് ഓഫ് ആൻ ആർട്ടിസ്റ്റ് ആൻഡ് ഐ ഓൾവേസ് അപ്രീഷിയേറ്റ് ഫോർ ദാറ്റ്. അമ്മേനെ എല്ലാവരും എനിക്ക് പേടിയായിരുന്നു. അച്ഛനും അമ്മയും പറഞ്ഞു എല്ലാം കാണാൻ വരാം, നാടകം എന്ത് പറ്റും സ്റ്റേജിൽ കയറി. അതും VKP എൻ്റെ ഹസ്ബൻഡായിട്ടായിരുന്നു. അതെൻ്റെ അമ്മയ്ക്ക് കാണാൻ കഴിഞ്ഞില്ല. അങ്കിൾ അല്ല, ഹസ്ബൻഡായിട്ടായിരുന്നു. പക്ഷെ ഞാൻ അങ്കിളിനാണ് വിളിച്ചുകൊണ്ടിരുന്നത്. കുളൂർ മാഷ് ലൈറ്റായിട്ട് വലിയ സെറ്റുകളൊന്നും ഇല്ലാതെ, ലൈറ്റ് സൗണ്ടൊന്നും ഇല്ലാതെ നാടകം ചെയ്യുന്ന ഒരു സിംപ്ലനാണ്. പക്ഷേ ഇതിനൊക്കെ പുറമെ ഒരു ഭയങ്കര വട്ടനാണ്. ആ പെട്രോമാക്സ് ഒന്ന് ഇരുട്ടത്ത് കൊണ്ടുവച്ചേ. ഇയാൾ ഈ പെട്രോമാക്സുമായിട്ട് ഇരുട്ടുള്ളിടത്തൊക്കെ പോകുന്നു, അവിടെയൊക്കെ വെളിച്ചം. എന്തു ചെയ്യാൻ? പറഞ്ഞതനുസരിച്ചില്ലെങ്കിൽ ജോലി പോവും, അല്ലെങ്കിൽ എന്തോ സ്ഥാനം നഷ്ടപ്പെടും. യൂണിവേഴ്സിറ്റികളിൽ പോയി വെളിച്ചം കൊണ്ടുവരുന്നിടത്തൊന്നും ഇരുട്ടില്ല എന്ന് മനസ്സിലാക്കാൻ കഴിയാതെ ആരോ പറഞ്ഞത് കൊണ്ട് മാത്രം ചെയ്യേണ്ടി വരുന്ന ഒരു ഗതികെട്ട സമൂഹമാണ് നമ്മളിപ്പോൾ. ഗൂട്ടി ഷോ ഓരോ എപ്പിസോഡിലും അർഹരായ വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ധനസഹായം നൽകുന്നു. നാഷണൽ പെയിൻറ്റ്സ് നൽകുന്ന 5000 രൂപയുടെ ധനസഹായത്തിന് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: വിദ്യാഭ്യാസ ധനസഹായം ആവശ്യമുള്ളവർ നിങ്ങളുടെ വിദ്യാലയത്തിലെ മേലധികാരിയുടെ സാക്ഷ്യപത്രം സഹിതം ഞങ്ങൾക്ക് എഴുതുക. അപേക്ഷകരിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന ഒരാൾക്കായിരിക്കും ഓരോ എപ്പിസോഡിലും തുക ലഭിക്കുക. വിദ്യാഭ്യാസ ധനസഹായത്തിനുള്ള അപേക്ഷകളും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അയക്കേണ്ട വിലാസം ഗൂട്ടി ഷോ, ബ്ലോക്ക് നമ്പർ 95, കുമാരനാശാൻ നഗർ റോഡ്, കടവന്ത്ര, കൊച്ചി 25. ലോഗോൺ www.gootishow.com. ഇമെയിൽ mail@gootishow.com. ഈ ആഴ്ചയിലെ വിജയ് ഹലോ. ഓക്കെ അല്ലേ? ഡബിൾ ഓക്കെ. ചോദിച്ചോളൂ. താങ്ക് യു. ആദ്യമായിട്ട് ദിനേശൻ്റെ കഥ എന്നൊരു നാടകം ഇവിടെ അവതരിപ്പിച്ചു. വളരെ നന്നായി. നമ്മുടെ ക്രിക്കറ്റൊക്കെ ആദ്യം ടെസ്റ്റ് ആയിരുന്നു, പിന്നെ ചുരുങ്ങി ഇപ്പം 2020 വന്ന് നിൽക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ 2.5 മണിക്കൂർ നീളമുള്ള നാടകങ്ങൾ ചുരുങ്ങി ഒരു അരമണിക്കൂർ 10 മിനിറ്റിലേക്ക് കൊണ്ടുവന്നാണോ, കൂടുതൽ ആസ്വാദ്യപ്രദമാക്കാനായിട്ട് നമ്മൾ കൊണ്ടുവന്നാണോ? എന്തുകൊണ്ടാണ് ഈ ഒരു രീതി തിരഞ്ഞെടുത്തത്?
നാഷണൽ പെയിന്റ്സ് മെഗാഷീൽഡ് ഗൂട്ടി ഷോ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് നാഷണൽ പെയിന്റ്സ് മെഗാഷീൽഡ്. പായലും പൂപ്പലും പിടിക്കാത്ത, പൊടി പിടിക്കാത്ത, വെള്ളം പിടിക്കാത്ത, നിറം മങ്ങാത്ത ഒരേയൊരു പെയിന്റ്. ഇൻ അസോസിയേഷൻ വിത്ത് ഭീമ ഗോൾഡ്, പ്യൂർ ഗോൾഡ്, ഡയമണ്ട്സ് ആൻഡ് പ്ലാറ്റിനം. ഭീമ, തിരുവനന്തപുരം, കൊച്ചി, കോട്ടയം, അടൂർ. പോക്കറ്റ് കാലിയാകാതെ തന്നെ ഇന്റർനാഷണൽ ക്വാളിറ്റി. BRM ലൈറ്റ്സ്. മണപ്പുറം ഗോൾഡ് ലോൺ. ഇനി എന്തിന് ടെൻഷൻ?